വളരെ അത്ഭുതകരമായ ഒരു കഥയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു ഡോക്ടറുടെ അത്ഭുതപ്പെടുത്തുന്ന എന്നാലോ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കഥനക്കഥ, ഒരു ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം. ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഡോക്ടർ പറയുന്നു, ഞാൻ പാകിസ്ഥാനിൽ നിന്നും വ്യത്യസ്തമായ ഡോക്ടർമാർ പങ്കെടുക്കുന്ന ഒരു കോൺഫറൻസിലേക്ക് പുറപ്പെടുകയാണ്. വിമാനത്തിലാണ് യാത്ര. പക്ഷേ ഉദ്ദേശിച്ച സ്ഥലത്ത് വിമാനം ലാൻഡ് ചെയ്തില്ല, മറ്റൊരു സ്ഥലത്താണ് വിമാനം ലാൻഡ് ചെയ്തത്. അങ്ങനെ അവിടുത്തെ അധികൃതരോട് ബന്ധപ്പെട്ടപ്പോൾ അത്യാവശ്യമായി ഡോക്ടർമാർ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കാൻ എന്തൊരു മാർഗമെന്ന് അന്വേഷിച്ചപ്പോൾ അവർ എനിക്കൊരു ടാക്സി സെറ്റ് ചെയ്തു. അങ്ങനെ ടാക്സിയിലുള്ള യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചില്ല. കാരണം ശക്തമായ മഴ, കാറ്റും കൊണ്ട് യാത്ര മുന്നോട്ട് പോകാൻ പറ്റില്ല. കയ്യിലുള്ള മൊബൈലാണെങ്കിലോ റേഞ്ചുമില്ല. ആകപ്പാടെ പ്രയാസം ആയിരിക്കുമ്പോഴാണ് ഒരു ചെറിയ കൊച്ചു കുടിൽ കാണുന്നു, ഒരു ചെറിയ വീട്. ആ വീട്ടിലേക്ക് ചെന്നു നോക്കുമ്പോൾ ഒരു ഉമ്മ പായയിൽ നിസ്കരിച്ച് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിസ്കാരം കഴിയുന്നവരെ ഞാൻ കാത്തിരുന്നു. ഉമ്മയുടെ തൊട്ടടുത്ത് ഒരു കുട്ടി കിടപ്പുണ്ട്. ഉമ്മ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉമ്മയോട് ഞാൻ അല്പം വെള്ളം ചോദിച്ചു. വെള്ളം തന്നു. ഉമ്മയോട് ചോദിച്ചു, ആ കിടക്കുന്ന കുട്ടി ആരാ? ഉമ്മ പറഞ്ഞു, അവൻ മാറാ രോഗം പിടിപെട്ട് കിടക്കുകയാണ്. ചെറുപ്പത്തിലെ അവന്റെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടതാണ്. ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. അവനെ ഞാനാണ് വളർത്തി വരുന്നത്. അവന്റെ ചികിത്സക്ക് വേണ്ടി എന്റെ എല്ലാം ഞാൻ ഉപയോഗപ്പെടുത്തി. പക്ഷേ ഒരു മാറ്റവുമില്ല, ഇങ്ങനെ കിടക്കുകയാണ്. ആളുകളൊക്കെ പറയുന്നുണ്ട്, പാകിസ്ഥാനിലെ ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. അയാളെ കണ്ടാൽ ഒരുപക്ഷെ മകന്റെ അസുഖത്തിലേക്ക് വലിയ മാറ്റം സംഭവിച്ചേക്കാം. എന്റെയിലാണെങ്കിലും ഒന്നുമില്ല. പാകിസ്ഥാനിൽ കിടക്കുന്ന ഡോക്ടറെ ഞാനെങ്ങനെ സമീപിക്കും എന്നിങ്ങനെ ദുഃഖിതനായി എന്റെ റബ്ബിനോട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇഷാൻ അഹമ്മദ് ഒരു സമയം നിശബ്ദനാകുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ കൺതടത്തിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഏതോ ഒരു സ്ഥലത്ത് വിമാനം ലാൻഡ് ചെയ്യേണ്ട ഞാൻ ഈ സമയത്ത് ഈ കൊച്ചുകുടിൽ എത്തിപ്പെട്ടത് ഈ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥനയേക്കാം. കണ്ണുനീർ തുടച്ചുകൊണ്ട് ഇഷാൻ അഹമ്മദ് പറയുന്നു, ഉമ്മ, നിങ്ങൾ അന്വേഷിക്കുന്ന, നിങ്ങൾ മനസ്സിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആ ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടർ ഞാനാണ്. പുണ്യനബിയുടെ വചനം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അദ്ദുആഉ സിലാഉൽ മുഅ്മിൻ, മുഅ്മിനിന്റെ പ്രാർത്ഥന അത് ആയുധമാണ്. ഏത് പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് രക്ഷയായി നാം ചെയ്യുന്ന ആത്മാർത്ഥതയെ ആ പ്രാർത്ഥന നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്.